ഇവിടൊക്കെ എന്തെടുത്തിരിക്കണാവും? കിടക്കണ കിടപ്പാടില്ലേ? വല്ല ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. മാസം ശമ്പളം എണ്ണി മേടിക്കാൻ നല്ല സന്തോഷമായിരിക്കും. അല്ലാതെ ഒരു ഉത്തരവാദിത്തം ഒരു പണിയെടുക്കാൻ അവിടെ കിട്ടൂല. എത്ര സമയമായി നോക്കി ഇതുവരെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട അവള്. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങോട്ട് ഓ വന്നല്ലോ കൊച്ചമ്മ. ഇപ്പോഴെങ്കിലും സമയമായി ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ വേണ്ടിട്ട്. ഇനി ഞാനെന്താ വല്ല താരോ താലപ്പൊലിയുടെ അടുത്ത് കേട്ടണോ ഇങ്ങോട്ട്? എവിടെ എഴുന്നള്ളി? നിങ്ങൾ എത്ര മണിക്കാണ് ഞാൻ പറഞ്ഞത് സമയം? അത് ചേച്ചി മോളെ കോളേജിൽ പുതിയ അഡ്മിഷൻ ഇനിയിപ്പൊ മോളെ പഠിപ്പിച്ചങ്ങ് കളക്ടറാക്കായിട്ടാണ്. എടി ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ മക്കള് ഡോക്ടർ, എഞ്ചിനീയർ മക്കള് എഞ്ചിനീയർ, വേലക്കാരിയുടെ മക്കൾ എപ്പോഴും വേലക്കാരി തന്നെയാടി. അല്ലാണ്ട് നീ എനിക്ക് പഠിപ്പിച്ച് വലിയ കളക്ടറാക്കാണെന്ന് നീ വിചാരിക്കണ്ട. പോയി പല പണി എടുക്കണേ. എന്തൊക്കെ ജോലി ഉണ്ട് അവിടെ അകത്ത് കിടക്കുന്നത്? തുണി ഒരു കൂട്ടം അവിടെ കൂട്ടിയിട്ടുണ്ട്, പാത്രം അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതാണ്ടല്ലേ കുടുംബം കിടക്കണ കണ്ടില്ലേ? പോയി പണി എടുക്കണേ. അവള് പഠിപ്പിച്ച് മക്കളെ പഠിപ്പിക്കുന്ന അഡ്മിഷൻ ചേർക്കായിട്ടാണ്. രമ്പക്ക് ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ല. പോയി പണി എടുക്കടി. നീ എവിടെ പോന്ന്? ഉമ്മറത്തങ്ങോട്ട് പോടാ. അതിലെ പോടി. നശീകരം പിടിച്ച സാധനം. പോടി അതിലെ. അവളിങ്ങനെ നടക്കണ്. കുറഞ്ഞ സമയത്ത് വരികയില്ല. വരുന്ന ശമ്പളത്തിന് പണിയെടുക്കണോടി. ആണം കേട്ടവള് മോളെ പഠിപ്പിച്ച് കളക്ടറാക്കായിട്ടാണ്. എന്നിട്ട് അവള് ഉമ്മറത്തെ കുഴിക്ക് കിടക്കുന്നു. അഡ്മിഷൻ. മമ്മി ഞാൻ ഇറങ്ങുന്നേ. അയ്യോ മോളെ ഇറങ്ങിയാ? ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോളെ? മമ്മി എനിക്കിപ്പോ വേണ്ട. മോക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് എല്ലാം മമ്മി ആക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് ഇല്ല മമ്മി, ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തുപോയിട്ട് കഴിക്കും. ഇതാ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നതാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എന്നാലും നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തുനിന്ന് കഴിക്കും മമ്മി. എന്തായാലും കഴിക്കണേ. എന്തായാലും കഴിക്കും. ഞാൻ പോന്നേ. മോള് മറന്നു. അയ്യോ. ഓക്കേ ടാറ്റാ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കേ. ഇനി നാശം പിടിച്ചവൾ എന്താ ആക്കണേന്ന് നോക്കട്ടെ. ഒരച്ച് തീർന്നില്ലേടി ഇതുവരെ? ഇതിപ്പൊ കഴിയും ചേച്ചി. അരച്ചോണ്ടിരിക്കാണ്. ഈ തുണിയൊക്കെ പിന്നെ ആര് കഴുകിടും? ഇതന്നെ അരച്ചിങ്ങനെ ഇരുന്നാ മതിയാ? ഇതൊന്നും മിഷ്യത്തിലാന്ന് വിചാരിക്കണ്ട കേട്ടാ. കല്ലുമ കൊണ്ടോ ഇട്ട് നല്ല വൃത്തിക്ക് കഴുകി കൊണ്ടോന്നോളണം. എന്നിട്ട് ഇസ്തിരി ഇട്ട് മടക്കി എന്റെ അലമാരി കൊണ്ടുവക്കണം. ഇതന്നെ അരച്ചിങ്ങനെ ഇരുന്നാ പോരാ. ഒരു ദിവസം മുഴുവൻ ഇതന്നെ ഇരുന്നോളണം. ഇനി കഴിയും. നോക്കടി. ആ ഷൂറാക്കിൽ ഷൂവും ചെരുപ്പെല്ലാം പൊടി പിടിച്ച് കിടക്കുന്ന അതൊക്കെ പോയി വൃത്തിയാക്കി വെക്ക്. ഇത് കഴിഞ്ഞിട്ട് ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിയോ? എടീ വിലപിടിപ്പുള്ള ഷൂ ആണോടി നീ ഇങ്ങനെ വെള്ളത്തിലിട്ട് മുക്കുന്നത്? ഇതൊക്കെ വില പൊടി തട്ടിയിട്ട് ഷൂ പോളിഷ് ഇട്ട് പോളിഷ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതെങ്ങനെയാണ് വിലപിടിപ്പുള്ള വില നിനക്കൊക്കെ അറിയോ? എന്നിട്ട് വേണ്ട ഇതൊക്കെ പണിയെടുക്കാൻ വേണ്ടിട്ട്. ദൈവമേ, നീ ഏട്ടം വന്നു കഴിഞ്ഞാൽ എന്താവോന്ന് അറിയില്ല. പോയിട്ട് വെള്ളമൊക്കെ തുടച്ചാണ്ട് വല്ല ഷൂ പോളിഷ് ഇട്ട് വെക്കടി. ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടും അത് നശിപ്പിച്ചു. നീ എന്താവോന്ന് അറിയില്ല വന്നിട്ട്. ചേച്ചി നിന്റെ പണിയെല്ലാം കഴിഞ്ഞാടി? കഴിഞ്ഞു ചേച്ചി. ഇനി നാളെ മുതൽക്ക് നേരത്തെ വന്നോളണം. എന്നെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കാനാക്കരുത്, മനസ്സിലായല്ല? എന്നാ പിന്നെ പൊയ്ക്കോ. ചേച്ചി എൻ്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അടക്കാൻ വേണ്ടിയിട്ട് പൈസ വേണമായിരുന്നു. എൻ്റെ ശമ്പളം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ
നല്ലതായിരുന്നു ഈ മാസത്തത്. നേരത്തെ ശമ്പളം തരാൻ വേണ്ടിട്ട് വലിയ ഉദ്യോഗമല്ലേ നീ ഇവിടെ എടുക്കണത്? മലമറിക്കുന്ന പണി നേരത്തെ ചൊവ്വ വരികയില്ല. തോന്നും പോലെ വരിക, തോന്നും പോലെ പോവുക. എന്നിട്ട് പിന്നെ നേരത്തെ ശമ്പളം മേടിക്കാൻ എന്താ വ്യഗ്രത? അതും കോളേജിൽ അടക്കാൻ വേണ്ടിട്ട്. എന്തിനാണ് നിന്റെ മോളെയൊക്കെ പഠിപ്പിക്കണത്? ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്റെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയാ പോരെ? അപ്പൊ രണ്ടാളെ ശമ്പളവും കൂടി ആവുമ്പോ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാല്ല. ഇനിയിപ്പൊ കോളേജിൽ ചേർക്കാനിട്ടാണ്. ഇവിടെ ഒരു ശമ്പളവും നേരത്തെ തരാൻ പറ്റൂല. എപ്പോഴാണോ ശമ്പളം തരുന്നത് ആ സമയത്തേ കിട്ടും. അല്ലാതെ നീ ഇവിടെ ഒന്ന് കണ്ണീരൊന്നും ഒളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നീ പോവാൻ നോക്ക്. അല്ല ചേച്ചി, ഞാൻ നാളെ മുതൽ നേരത്തെ വന്നോളാം. നീ നാളെ മുതൽ നേരത്തെ വന്നില്ലെങ്കിൽ എനിക്കിവിടെ പണിക്കാരെ കിട്ടാനിട്ടൊന്നുമല്ല. ഇഷ്ടം പോലെ പണിക്കാരുണ്ട്. നാളെ മുതൽ നേരത്തെ വന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയും വേണ്ട. എനിക്കോട്ട് നിന്നെ വേണ്ട എന്താനും ഇവിടെ. മനസ്സിലായല്ലോ? ചേച്ചി, എന്റെ ശമ്പളം മാത്രം എനിക്ക് നേരത്തെ തന്നാ മതി. ഞാൻ ഇനിയും കുറച്ച് കൂടുതൽ ടൈം പണിയെടുത്തോളാം ഇവിടെ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ നിനക്ക് ഇപ്പൊ എടുത്ത് പൈസ അങ്ങോട്ട് തരണം അല്ലേ? നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഇവിടെ ഒരു ശമ്പളവും ഇല്ല, എന്റെ അടുത്ത് പൈസയും ഇല്ല. അല്ല ചേച്ചി, എന്റെ മോക്ക് നാളെ കോളേജിൽ അടക്കാനുള്ളതാണ്. കോളേജിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നിനക്ക് കോളേജും കാര്യങ്ങളൊക്കെയാണ് വലുതെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ആ സമയത്തല്ലാതെ ശമ്പളം നിനക്ക് തരില്ല. അതിന് ഇനി മാറ്റമില്ല. നീ പോ. ചേച്ചി, എന്റെ മോളെ ആഗ്രഹമാണ് അവക്ക് പഠിക്കാൻ. വലിയ ആഗ്രഹം തന്നെ അത്. എടി, നടക്കുന്ന ആഗ്രഹങ്ങളെ ആഗ്രഹിക്കാവൂ. അല്ലാതെ വെറുതെ മനക്കോട്ടൊന്നും കെട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല. ആകാശത്തിരിക്കണത് കണ്ടുകൊണ്ട് അമ്പിളിമാമനെയും കണ്ടുകൊണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? അതിനെ വല്ല അടുക്കള വേലയും പഠിപ്പിക്കടി. ആ സമയം കൊണ്ട് കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ നടക്കണം. നിന്ന് വരങ്ങണ്ടപ്പോ. ഇതാണല്ലേ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നത്? ചേച്ചി എന്താ ചെയ്യണ്ടേ? ഇത് ഞാൻ എത്ര വട്ടം പറഞ്ഞാൽ മറന്നുപോയല്ലേ? ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ വരക്കുക. ഏതാ ഏതാ വായിക്കാൻ കിട്ടാത്തെ? ഇൻവോൾവ്സ് എന്ന് വായിക്കും. അത് നോക്കി എഴുതാൻ കിട്ടുന്നില്ലേ? പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടാ. ഞാൻ വരുമ്പോഴേക്ക് എല്ലാരും പറഞ്ഞതെല്ലാം പഠിച്ചിട്ട് ഇവിടെ ഇരിക്കണം. കേട്ടിനല്ല? ആരും വർത്താനൊന്നും പറയരുത്. ഡാ, നീ ആണ് എല്ലാരെയും മോശമാക്കുന്നത്. നിന്റെ ഒച്ച ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പറയാ. ഡാ, ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. നീ ഇപ്പഴാണോ ഇവിടെ വരുന്നത്? നിനക്ക് എന്താ സമയം കാലമൊന്നും ഇല്ലേ? വാ, വന്നിരിക്കി. നാളെ മുതൽ നീ ആദ്യം വന്നോളണം. മക്കളെ, എല്ലാരും നല്ലോണം പഠിക്കുന്നുണ്ടാ? അമ്മ വന്നാ? ഇന്നെന്ത് ലേറ്റ് ആയേ? രാവിലെ ലേറ്റ് ആയിട്ടല്ലേ മോളെ പോയത്. വായിരിക്കും, ഞാൻ ചായ എടുക്കാം. മോള് ചായ വെച്ചാ? അമ്മ വന്നിട്ട് വെക്കൂലായിരുന്നോ? എന്നാമ്മ ഇത് കുടിക്ക്. മക്കളെ, എല്ലാരും ഇന്ന് പഠിപ്പിച്ചത് വീട്ടിൽ പോയിട്ട് പഠിക്കണം കേട്ടാ. നാളെ 5 മണിയാകുമ്പേക്ക് വരണം. അല്ലെങ്കിൽ നേരത്തെ വന്നില്ലെങ്കിൽ കേറ്റൂല. ഇന്നൊന്ന് ഇത്രയും മതി. പോയിക്കോ എല്ലാരും. അമ്മേ, എന്തോ ഒരു ടെൻഷൻ പോലെ. നാളെ മോക്ക് ഫീസ് അടക്കണ്ടേ? അമ്മക്കാണെങ്കിൽ അവന് പൈസ കിട്ടിയിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ? ഈ കമ്മല് കൊടുത്തിട്ട് നമുക്ക് ഫീസ് അടച്ചാലോ? എന്റെ മോളെ കാതിലുള്ള ആകെ ഒരു സ്വർണ്ണല്ലേ അത്. അതെങ്ങനെയാ മൂഴുക? അതൊന്നും കുഴപ്പമില്ല അമ്മേ. സ്വർണ്ണല്ല നമുക്ക് ഇനിയും വാങ്ങാം. ഇപ്പൊ കാര്യം നടക്കാലോ നമുക്ക്.
ഇതമ്മ കൊണ്ടുപോയിട്ട് വിൽക്കേ പണയുമ്പൊക്കെ എന്തെങ്കിലും ചെയ്തോ. നമുക്കിപ്പൊ കാര്യം നടന്നാ പോരെ. സ്വർണ്ണെല്ലാം നമുക്ക് ഇനിയും വാങ്ങാം. എന്റെ അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം മാറും. എന്റെ അമ്മ കരയണ്ട. ചേച്ചി ആ സുജേ കേറി വാ. എന്തുണ്ട് ചേച്ചി വിശേഷം? ഇരിക്ക് സുജേ. വേണ്ട ചേച്ചി, ഞാനിവിടെ നിന്നോളാം. നീ ഇങ്ങോട്ട് ഇരിക്ക് സുജേ, ഇരിക്ക്. വേണ്ട ചേച്ചി, ഞാനിവിടെ നിന്നോളാം. ഇരിക്കേ ബാ, ഇരിക്ക്. ഇത്ര നാളായില്ലേ നമ്മളൊന്ന് കണ്ടിട്ട്? അതെ, 4-5 വർഷമായില്ലേ നമ്മള് തമ്മിൽ കണ്ടിട്ട്. അതെ, നീ പോയതിന് ശേഷം കുറെ പണിക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു. പക്ഷെ എന്റെ നല്ല സ്വഭാവം കൊണ്ടായിരിക്കും അവരാരും നിന്നെ പോലെ നിന്നിട്ടില്ല. എന്തായാലും നീ പിന്നെ നിനക്കറിയാലോ എന്റെ സ്വഭാവം. അതൊന്നും പറയാത്തേ നല്ലത്. പിന്നെ എന്തൊക്കെയുണ്ട് എന്നിട്ട് വിശേഷങ്ങൾ പറ. സുഖായിരിക്കുന്ന ചേച്ചി. ഞാൻ അതും കൂടി ചേച്ചിനോട് പറയാൻ വേണ്ടിട്ടാ വന്നത്. പറ. മോക്ക് ജോലി കിട്ടി. അതെ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. UP-ല് അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് അവക്ക് ചാർജ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ചേച്ചിനോട് വന്ന് എനിക്ക് പറയണമെന്നൊന്ന് തോന്നി. കാരണം ഇവിടെ പണിയെടുത്തിട്ടാണല്ലോ ഞാൻ അവളെ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് ആ സന്തോഷം ചേച്ചിനോട് പറയണമെന്ന് തോന്നി. നന്നായി, അതറിഞ്ഞപ്പോ എനിക്ക് സന്തോഷായി. നീയാണ് സുജയ ശരി, നീ തന്നെയാ ശരി. ഞാൻ തെറ്റാണ്. കാരണം നീ നിന്റെ മോള എല്ലാ സങ്കടങ്ങളും അറിയിച്ച് നീ നിന്റെ മോളെ വളർത്തി. പക്ഷെ ഞാൻ എൻ്റെ മോളെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല. അവൾ ഒരു ദുഃഖം അറിയാതെ വളർന്ന്. അതിനെനിക്കിന്ന് കിട്ടി, ഞാനിന്ന് അനുഭവിക്കുന്നു. ചേച്ചി, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ചിന്നുമോൾ എന്ത് ചെയ്യുന്നു? അവക്ക് എന്താ ജോലി? ചിന്നുമോള് അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമാണ് സുജേ. പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളെ എല്ലാം അറിഞ്ഞു വളർത്തണമെന്ന്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അഹങ്കാരത്തിന്റെ ആണ്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചേച്ചി? ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക് അവള് പോയി. ഇന്ന് വരെ അവളിങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ ചേച്ചി, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ കരുതി അവള് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്ന്. അതൊന്നും എനിക്ക് പറയാത്തേ നല്ലത്. എന്തായാലും നിന്റെ മോളൊരു നിലയിൽ എത്തിയില്ലേ. ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ് സുജേ. അയ്യോ ചേച്ചി, ചേച്ചി എന്നോട് മാപ്പൊന്നും പറയണ്ട. എനിക്കത് പറയാതെ വയ്യ. കാരണം അത്രയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മോളെയും ഇന്ന് അവളൊരു നല്ല നിലയിൽ എത്തിയില്ലേ, എനിക്ക് അഭിമാനിക്കാമല്ലോ അതിൽ. ഞാനോ, നീ തന്നെയാണ് സുജയ ശരി, നീ തന്നെയാണ്. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പണിയെടുത്തിട്ടല്ലേ എൻ്റെ മോളെ പഠിപ്പിച്ച് ഇത്ര നിലയിലെത്തിച്ചത്. ആ ഒരു നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും ഈ കുടുംബത്തിന് നല്ലത് വരണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ചേച്ചി വിഷമിക്കണ്ട, ചിന്നുമോക്ക് എന്തായാലും നല്ലതേ വരുത്തുള്ളൂ. ചേച്ചി ഒരിക്കലും വിഷമിക്കണ്ട. അതെ, അത് മാത്രമേ ഉള്ളൊരു പ്രാർത്ഥന. ഇനി ഞാൻ ഇറങ്ങട്ടെ ചേച്ചി എന്നാല്. ശരി സുജെ, എന്തായാലും നിനക്കതൊന്ന് വന്നിവിടെ പറയാൻ തോന്നിയല്ലോ, അത് തന്നെ നിന്റെ നല്ല മനസ്സ്. ശരി ചേച്ചി. ശരി. ചെയ്ത തെറ്റുകൾക്കെല്ലാം കാലം ഒരിക്കൽ പകരം ചോദിക്കുക തന്നെ ചെയ്യും. അനാവശ്യമായി നമ്മൾ ഒരാളുടെ മനസ്സിനേൽപ്പിക്കുന്ന ഒരു മുറിവുണ്ടല്ലോ, അതൊരു തീരാ ശാപമായി നമ്മളെ പിന്തുടരും. സഹായിച്ചില്ല എങ്കിലും ആരെയും കളിയാക്കാതെയും നോവിക്കാതെയും ഇരിക്കുക. നമ്മൾ മൂലം മറ്റൊരാളുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാൻ ഇടവരുത്താതെ ഇരിക്കുക.